അവസാനം വരുന്ന ഒരു സംവിധായകനും ഒരു നിർമ്മാതാവും പിന്നെ ഡിസ്ട്രിബ്യൂട്ടറും കാണും. സിനിമ തന്നെയാണ് അപ്പോൾ അദ്ദേഹം തന്നെയാണ് അതും. സിനിമ തീരുന്നവരെ അതാണ്. ഇത് തുടക്കം മുതൽ അവസാനം ഇപ്പോഴും നിങ്ങൾ മാത്രമായി മാറി അല്ലേ? അത് മലയാള സിനിമയിൽ ഇപ്പോഴും ഇനി അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കാം കൂടുതൽ കാണാൻ പോകുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം ആർട്ടിസ്റ്റിനെ കാണേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ കുറ്റമൊന്നുമല്ല, തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, ഇത് ഓരോ സാഹചര്യങ്ങളാണ്. പക്ഷേ എങ്കിലും പണ്ടത്തെ ഞാൻ പറയല്ലേ, നമ്മുടെ പണ്ടത്തെ കാര്യം എടുത്ത് പറയല്ല, ആ ഒരു കോർഡിനേഷനൊക്കെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ എല്ലാം കൂടി ചെയ്ത് പാക്കേജ് ആയിട്ട് വിട്ടില്ലെങ്കിൽ ഇത് പിന്നെ ഒരു ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും മാത്രം ബാധ്യതയാവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്തു, എന്ത് കാര്യം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തു, നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ട് സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ താമസിച്ചു എന്നുള്ള നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് ബോധവടല്ല. അവർക്ക് അടുത്തടുത്ത സിനിമകളുണ്ട്. ഒരു സംവിധായകന് ഒരു വർഷം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് ഒരു വർഷം, അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മാക്സിമമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 10-17 ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും 10-17 സിനിമ അടുത്ത ഇങ്ങനെ നിൽക്കുന്നുണ്ട് വരിയായിട്ട്. അപ്പോൾ അവരെ ബാധിക്കില്ല. അപ്പം അവരുടെ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അനശ്വരയുടെ കേസിൽ അനശ്വരയുടെ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ സിനിമ 2023 ജൂലൈയിൽ എന്തോ തുടങ്ങിയ സിനിമയാണ്. അതിൻ്റെ പാർട്ടായിട്ട് പല കാര്യങ്ങളും കൊണ്ട് പല ഷെഡ്യൂൾസിലായിട്ട് പോയിട്ടിരുന്നു. അവർ അപ്പോഴത്തേക്ക് ഏകദേശം 8-9 പടം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ഡിസ്കണക്റ്റ് നാച്ചുറലി ഉണ്ടാവും. ആ ഡിസ്കണക്റ്റ് ആയിരിക്കാം നമ്മുടെ ഇതിലേക്ക് വന്നത്. സോ അത് ഞാൻ പറയാം. പിന്നെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൊണ്ടുവന്ന് നമ്മൾ നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒരു പരിമിതിയുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു നിർമ്മാതാവ് എന്ന നിലയിൽ താങ്കളും പരാതിപ്പെട്ടിട്ടുണ്ട്, നിർമ്മാതാക്കളുടെ സംഘടനയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, ഡയറക്ടർ എന്ന നിലയിൽ ഫെഫ്കയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അത് അമ്മയിലേക്ക് വിളിച്ചു വരുത്തി ഒരു ചർച്ച ചെയ്ത് ഇതെല്ലാം പരിഹരിച്ച് ഇനി ഒരുമിച്ച് പോകുമെന്നുള്ള ഒരു പ്രസ്താവന വരെ വന്നതാണ്. സംയുക്തമായ ഒരു പ്രസ്താവന വന്ന അമ്മയെന്ന് വരെയാണ് റിലീസ് ഇറക്കി പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞാൻ വാർത്ത ചെയ്ത ആളാണ്. പിന്നെയും വീണ്ടും ഇത്തരം ഒരു വിവാദങ്ങളിലേക്ക് വീണ്ടും പോകുന്നു. വിവാദങ്ങൾ നിങ്ങളായിട്ടുണ്ടാക്കിയിട്ടില്ല, ആരും ഉണ്ടാക്കിയിട്ടില്ല വിവാദങ്ങൾ. പക്ഷെ വീണ്ടും നിങ്ങളുടെ പോസ്റ്ററുകൾ ഇറങ്ങുന്നു, അത് ഷെയർ ചെയ്യാത്തൊരവസ്ഥ വരുന്നു. അത് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് വേദന ഉണ്ടാകുന്നു. പക്ഷെ അതിനും കൂടുതൽ പൈസ മുടക്കിയ ആളുകൾക്ക്, പൈസ മുടക്കിയ ആളാണോ, പൈസയാണല്ലോ ഇതിനകത്തെല്ലാം, അദ്ദേഹത്തിന് അതിനും വലിയൊരു വേദന ഉണ്ടാകുന്നു. അല്ല, അതിന് പ്രകാശ് എന്നോട് ഇന്ന് രാവിലെ വളരെ വിഷമമായിട്ട്, എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ഇപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ് സിനിമ ചെയ്യുന്നത്? ഞാൻ ചെന്ന് പറഞ്ഞു, പ്രകാശ് കുറച്ച് പോസ്റ്റേഴ്സും കൂടെ ഇറങ്ങണം, കുറച്ച് ബാനേഴ്സും കൂടെ ഇറങ്ങണം. അപ്പം പ്രകാശ് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇതിൽ താല്പര്യമില്ല, നമ്മൾ ആർക്ക് വേണ്ടി ഇത് ചെയ്യണം എന്നുള്ള അവസ്ഥ വരെ പാവം ചെന്ന് മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ നമുക്കൊരിക്കലും എന്ത് പറയാനായിട്ട് എനിക്കതിന് ഉത്തരവില്ല. പിന്നെ അനശ്വരയുടെ കാര്യമാണ് പറയുന്നത്. അനശ്വര പറഞ്ഞിരിക്കുന്ന റീസൺ പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. എന്തോ കണ്ണിനെന്തോ 20 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വേണം, കണ്ണ് തുറക്കാൻ പറ്റില്ല എന്നുള്ള സംഭവം. അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരി സുഖം പ്രാപിക്കട്ടെ. നമ്മുടെ കൂടെ വളരെയധികം ആ ഷൂട്ട് സമയത്ത് സഹകരിച്ച ഒരു കുട്ടിയാണ്. അങ്ങനെ ഒരു വയ്യായിക ഉണ്ടെങ്കിൽ നമുക്കതിന് അത് ഇതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റില്ല. നിർമ്മാതാവിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇതേ ചോദ്യം ചോദിക്കുന്നത്. പല കംപ്ലൈൻറ്റുകളുമായിട്ട് താങ്കളും പോയി. ഇപ്പോൾ സിനിമ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരുമായി ഇപ്പോൾ ഇന്ന് രാവിലെ സംസാരിച്ച് എന്തിന് നമ്മളിതിന് പോസ്റ്റർ ഇറക്കണം, നമ്മളിതിന് എങ്ങനെ ഓഡിയൻസ് വെക്കണം, എങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാൻ പോലും മനസ്സനുവദിക്കുന്നില്ല നിർമ്മാതാവിനെ. പക്ഷെ നമ്മുടെ കുഞ്ഞാണ്, നമുക്ക് വളർത്തിയേ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതി താങ്കളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ താങ്കൾ വലിയ ഒരു മടുപ്പിലേക്ക് പോയി അല്ലേ? മടുപ്പിലേക്ക് പോയെന്ന് പറഞ്ഞാൽ 100% പോയി. ഒരു ഘട്ടത്തിൽ ഈ സിനിമ പൂർത്തിയായി സെൻസർ കഴിഞ്ഞിരുന്നിട്ട് പോലും ഈ സിനിമ റിലീസ് പോലും ചെയ്യേണ്ടതെന്ന് കരുതി ഞാനിത് വിട്ടുകളഞ്ഞാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരെ വിട്ടുകളഞ്ഞതാണ്. പിന്നീട് അതിൻ്റെ ഒരു താല്പര്യത്തോടുകൂടി എല്ലാവരും കൂടെ വന്നു. ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റിൽ തീരുമാനിച്ചതാണ്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ വന്ന് സംസാരിച്ചു. വീണ്ടും ഞാൻ ആ ഒരു പോസിറ്റീവ് ആ സ്പിരിറ്റിൽ വീണ്ടും വന്ന് ഏതൊക്കെ രീതിയിൽ നോക്കിയാലും ഈ സിനിമയെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്തൊരു ആർട്ടിസ്റ്റാണ് അനശ്വര. കാരണം അപ്പോൾ സംവിധായകന് എതിര് പറഞ്ഞ പോലെയല്ല, എൻ്റെ സ്റ്റാൻഡ് ഞാൻ ക്ലിയർ ചെയ്താണ്, എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് അത് കഴിഞ്ഞ് ഈ ഘട്ടത്തിലോട്ട് വന്നപ്പോൾ എനിക്ക് അതിൽ വളരെ, ഇപ്പം ദീപു അത് വളരെ ഒരു ഹ്യൂമാനിറ്റി ലെവലിലൊക്കെ സംസാരിച്ചെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അത് എനിക്കിത് നേരത്തെ ഫീൽ ചെയ്തു. ഇങ്ങനെ ഉണ്ടാവും, അവർ ഇതിന് വരത്തില്ല, അവരെ കാണാനൊന്നും അവർ സംസാരിക്കാൻ പോലും അവരെ കിട്ടിയിട്ടില്ല ഞാൻ വിളിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.